നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും സമാനതകളില്ലാത്ത പ്രവർത്തന റെക്കോർഡുകളിൽ നിന്ന് സ്വന്തമാക്കിയ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിലെ തീപിടുത്തം രാജ്യത്തെ ഞെട്ടിക്കുന്നു. ഗുജറാത്തിലെ വഡോദരയ്ക്കും രാജസ്ഥാനിലെ കോട്ടയ്ക്കും ഇടയിലുള്ള 528 കിലോമീറ്റർ ദൂരം ഒരു സ്റ്റോപ്പിൽ പോലും നിർത്താതെ 7 മണിക്കൂറോളം ഓടിത്തെറുക്കുന്ന രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് ട്രെയിൻ എന്ന ഖ്യാതി ഈ സർവീസിനുള്ളതാണ്. എന്നാൽ ഈ അഭിമാന നേട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് കോട്ടയ്ക്ക് സമീപം വെച്ച് ട്രെയിനിന്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റും B1 AC കോച്ചും പൂർണ്ണമായും കത്തിയമർന്നത്. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയതും പ്രീമിയവുമായ ഒരു സർവീസിൽ ഇത്രയും വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ ഈ നോൺ സ്റ്റോപ്പ് യാത്ര തന്നെ ഒടുവിൽ ദുരന്തത്തിന് വഴിവെക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കൃത്യവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ അന്വേഷണമാണ് ഇനി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ഇന്ന് ഉച്ചയോടെ ഡൽഹിയിൽ എത്തേണ്ടിയിരുന്ന ട്രെയിനാണ് ഇന്ന് പുലർച്ചെ 5:15 വൻ അപകടത്തിൽപ്പെട്ടത്. കോട്ട സ്റ്റേഷന് സമീപം എത്തുന്നതിന് തൊട്ടു മുൻപ് എഞ്ചിൻ ഭാഗത്തു നിന്നും B1 കോച്ചിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു. പുലർച്ചെ സമയമായതിനാൽ മലയാളി യാത്രക്കാർ അടക്കമുള്ളവർ കനത്ത ഉറക്കത്തിലായിരുന്നു. പുക പടരുന്നത് കണ്ട് ജീവനക്കാർ അതിവേഗം ഇടപെട്ടതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. തീപിടിച്ച ബോഗികൾ എഞ്ചിൻ ഭാഗത്തു നിന്നും ബാക്കി കോച്ചുകളിൽ നിന്നും വേർപെടുത്തി മാറ്റിയതിനാൽ മറ്റ് ബോഗികളിലേക്ക് തീ പടർന്നില്ല. എങ്കിലും 2 ബോഗികൾ പൂർണ്ണമായും കത്തിയമർന്നു. 2 ഫയർ എഞ്ചിനുകൾ സംഭവ സ്ഥലത്തെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതമായി ഒഴിപ്പിച്ചതിനാൽ ആളപായമില്ലെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും ഈ അപകടം ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. കേരളത്തിന്റെ തലസ്ഥാനത്തു നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ രാജധാനി എക്സ്പ്രസ് തിരക്കേറിയ റെയിൽവേ ഇടനാഴികളിലൂടെ തടസ്സമില്ലാതെ ഓടിക്കാൻ ഒന്നിലധികം റെയിൽവേ ഡിവിഷനുകളുടെ വലിയ ഏകോപനമാണ് അവകാശപ്പെടുന്നത്. അതിവേഗ ട്രെയിനുകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ റെയിൽവേയുടെ പ്രവർത്തന മികവിന് തെളിവായി ഉയർത്തിക്കാട്ടിയിരുന്നതും ഈ 528 കിലോമീറ്ററിലെ നോൺ സ്റ്റോപ്പ് ഓട്ടമായിരുന്നു. എന്നാൽ മണിക്കൂറുകളോളം യാതൊരു തടസ്സവുമില്ലാതെ ഉയർന്ന ശരാശരി വേഗത നിലനിർത്തിക്കൊണ്ടുള്ള ഇത്തരം ദീർഘദൂര ഓട്ടങ്ങൾ ട്രെയിനുകളുടെ എഞ്ചിനിലും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളിലും അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാധാരണ എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ സ്റ്റോപ്പുകളുള്ള ഈ VVIP ട്രെയിനിൽ എഞ്ചിൻ ക്യാബിനിൽ നിന്നും എങ്ങനെയാണ് തീ പടർന്നത് എന്നതിൽ കടുത്ത അവ്യക്തത തുടരുകയാണ്. ഓരോ കിലോമീറ്ററിലും സ്റ്റേഷനുകളിലുള്ള രാജ്യത്തെ റെയിൽ ശൃംഖലയിൽ 7 മണിക്കൂറോളം നിർത്താതെയുള്ള യാത്രക്കാർക്ക് കൗതുകകരമാണെങ്കിലും ഇത്തരം സാങ്കേതിക തകരാറുകൾ യാത്രക്കിടയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. ഈ സാഹചര്യത്തിൽ അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വെറുമൊരു ഷോർട്ട് സർക്യൂട്ട് എന്ന പതിവ് ന്യായീകരണത്തിനപ്പുറം ദീർഘദൂര നോൺ സ്റ്റോപ്പ് സർവീസുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള അന്വേഷണമാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി റെയിൽവേ മന്ത്രാലയം ഇനി നടത്തേണ്ടത്. ട്രെയിനിന്റെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിലും B1 AC കോച്ചിലും വൻതോതിൽ തീ പടർന്നതോടെ യാത്രക്കാർ ജീവനും കൊണ്ട് പുറത്തേക്കൊടുകയായിരുന്നു. കനത്ത പുക ഉയർന്നത് കോച്ചുകൾക്കുള്ളിൽ കടുത്ത ശ്വാസമുട്ടലിനും അന്ധതയ്ക്കും കാരണമായി. തങ്ങളുടെ ലഗേജുകളും മറ്റ് വ്യക്തിഗത സാമഗ്രികളും ഉപേക്ഷിച്ച് ജീവൻ മാത്രം കയ്യിലെടുത്താണ് പലരും പുറത്തു ചാടിയത്. പുലർച്ചെയുള്ള കനത്ത തണുപ്പും ഇരുട്ടും റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് ആദ്യഘട്ടത്തിൽ നേരിയ തടസ്സമുണ്ടാക്കിയെങ്കിലും സ്റ്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ പരിക്കുകളില്ലാതെ യാത്രക്കാരെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റാനും സഹായിച്ചു.